രാഹുൽ മാങ്കൂട്ടവും കെ സുധാകരനും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കണം. അതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ പാലക്കാട് സ്വതന്ത്രനായിട്ട് നിൽക്കുകയും വേണം. അതുപോലെ കെ സുധാകരൻ സതീശനെതിരെ സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കണം. ജയിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം കണ്ണൂരിലെ സിംഹമാണ് ഈ പറഞ്ഞിട്ടുള്ള കെ സുധാകരൻ. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നട്ടലുള്ളൊരു മുതിർന്ന നേതാവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം പുള്ളിക്ക് കിട്ടേണ്ട ഒരു പരിഗണന ഇതുവരെ ആരും കൊടുത്തിട്ടുമില്ല, ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. അപ്പം ഇന്നത്തെ നിങ്ങളുടെ ലൈക്ക് കെ സുധാകരനായിക്കോട്ടെ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും കെ സുധാകരനെയും അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയും പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേരെ. കെ സുധാകരനെയും രാഹുലിനെയും അതുപോലെ ശ്രീനാദേവിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആളുകൾ. കാരണം ഇവരൊക്കെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലെ നട്ടലുള്ള ഈ ഒരു കറകളഞ്ഞ കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഈ കെ സുധാകരൻ എടുത്തു നോക്കി, അതുപോലെ കെ സുധാകരൻ്റെ പാത പിൻപറ്റി വരുന്ന രാഹുൽ മാങ്കൂട്ടം, അതുപോലെ സീനാദേവി കുഞ്ഞമ്മ, ഇവരൊക്കെയാണ് നട്ടലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലാതെ കസേരയ്ക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശനെ പോലുള്ള, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ കിങ്ങിണിക്കുട്ടനെ പോലെയുള്ള ആളുകളെ അല്ല. കിങ്ങിണിക്കുട്ടനെ കണ്ടില്ലേ? പുള്ളിക്ക് തന്നെ ഒരു നിലപാടില്ല. പുള്ളി ഭരണപക്ഷത്തേക്ക് ചാടുന്നു, പ്രതിപക്ഷത്തേക്ക് ചാടുന്നു, എന്നിട്ട് പുള്ളി എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ കെ സുധാകരൻ വി ഡി സതീശിനെതിരെ നിന്നും മത്സരിക്കണം. അതാണ് വേണ്ടുന്നത്. രാഹുലിനെ പിന്തുണച്ചതിൻ്റെ പേരിലാണ് ഇവരെ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കാർഡ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ കിടിലൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കെ സുധാകരനെ, രാഹുലിനെ എന്തോരം പിന്തുണച്ചിട്ടുള്ള വ്യക്തിയാണെന്നറിയോ? കാരണം സുധാകരനെ അറിയാം, രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കളിച്ച കളികൾ ഈ പ്രതിപക്ഷത്ത് നിന്നിട്ട് ആണ് ഏറ്റവും കൂടുതൽ കളി വന്നിട്ടുള്ളതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നും നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സത്യസന്ധനായിട്ടുള്ളൊരു ഒരു നേതാവ്, മുതിർന്ന നേതാവാണ് കെ സുധാകരൻ. CPM-ലെ കണ്ണൂരിൻ്റെ കോട്ടയിൽ നിന്ന് അവിടെ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത്, കാരണം ആ പുള്ളിയെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ണൂരത്തെ സിംഹം എന്നുണ്ടെങ്കിൽ പറയാം. നട്ടലുള്ളൊരു കോൺഗ്രസ്സിലെ ഒരു നേതാവ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പുള്ളി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ എല്ലാണോ കസേരകൾക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റിക്കൊടുത്തപ്പോഴത്തേക്ക് അവിടെ രാഹുലിനെ കരപിടിച്ച് കൊണ്ടുവരാൻ, അങ്ങനെ ഇനി ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിയിട്ട് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരാൻ, തെറ്റ് തിരുത്തി കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് രാഹുലിനെ പിന്തുണച്ച് വന്നിട്ടുള്ള. അപ്പം ആ സുധാകരനായിക്കോട്ടെ ഇന്നത്തെ നിങ്ങളുടെ ലൈക്ക്. എത്ര പേര് സുധാകരൻ ഇയാളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒന്ന് ലൈക്കിലൂടെ നിങ്ങളൊന്ന് അറിയിച്ചേക്കണം. ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്, എൻ്റെ പൂർണ്ണ പിന്തുണ സുധാകരനുണ്ടായിരിക്കും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ സീനാദേവിക്കും. ഇവരൊക്കെയാണ് നേതാക്കൾ. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം കണ്ടില്ലേ, ഇപ്പം വി ഡി സതീശൻ്റെ വായിൽ തന്നെ നുണ വീണേക്കുന്നു. കെ സുധാകരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? ഞാൻ സുധാകരനുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനൊരു പോസ്റ്റേ ഫേസ്ബുക്കിനകത്ത് സുധാകരൻ ഇട്ടിട്ടില്ല. പിന്നെ അത് മാനത്ത് നിന്ന് പൊട്ടി വീണയാണ്. അതിനൊക്കെ ശേഷം സുധാകരൻ തന്നെ ആ കള്ളം പൊളിച്ചിട്ടുണ്ട്. സുധാകരനാണ് ആ പോസ്റ്റ് ഇട്ടേന്ന് പുള്ളി തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്, അല്ലേ? അപ്പം ഇതിനൊക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. എന്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതപ്പെട്ട ഒരാൾ കെ സുധാകരൻ തന്നെയാണ്. പുള്ളിക്ക് ഇന്ന് വരെ ഒരു അർഹതപ്പെട്ട സ്ഥാനം ഈ ഒരു പ്രസ്ഥാനം കൊടുത്തിട്ടില്ല. അങ്ങനെ എത്ര ആളുകളെയാണ് ചവിട്ടിത്താത്തി കുതുകാലി വെട്ടി ഈ പാർട്ടിയിൽ നിന്ന് കഴിവുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പം ഞാനിവിടെ ഞാൻ ആദ്യം ഈ പറഞ്ഞിട്ടുള്ള സീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞമ്മയുടെ ഒരു മറുപടി ഉണ്ട്, കിടിലം മറുപടി. ആ ഒരു മറുപടി ഞാൻ ഇവിടെ വെച്ച് തരാം. അതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന് ശേഷം കെ സുധാകരനെതിരെ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ തിരിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ സുധാകരൻ്റെ ഒരു മറുപടിയുണ്ട്, അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ ആദ്യം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാസ് റിപ്ലൈ എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതൊക്കെ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഒന്നാമത്തെ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും പുറത്തെടുത്ത് കളയണം, എന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടിട്ടിട്ട്. കാരണം ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണങ്ങൾ
കൊണ്ട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടിയിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുന്നൊരു രീതിയാണല്ലോ ഇതിനകത്തുള്ളത്. നേരെ മറിച്ച് ഭരണപക്ഷം നോക്ക്, എത്ര ആരോപണങ്ങൾ വന്നാലും ആ ആരോപണങ്ങൾ തെളിയുന്നത് വരെ, അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കാണുന്നത് വരെ ആ ആ പ്രവർത്തകനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ ഒരു പ്രസ്ഥാനം സംരക്ഷിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറയാം അതിനോട് എനിക്കൊരു ഇതുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രസ്ഥാനത്തിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ആളെ അയാൾ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, ഇപ്പം ഇതൊക്കെ സൊസൈറ്റിയാണ്. കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്താ സംസാരിച്ചത്, ഇതൊക്കെ ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും തെറ്റ് പറ്റാം. ആ തെറ്റ് തിരുത്തി അയാളെ കൊണ്ടുവരിക, അവിടെയാണ് വിജയം അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റിപ്ലൈ ഒന്ന് കണ്ടു നോക്കേ. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ റേഷൻ കാർഡിൽ പേരും ആ വോട്ടർ ID കാർഡിൽ പേരും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വ്യാജരേഖയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയം പോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ എന്ന് പറയപ്പെടുന്ന 3 പേരെ കൊണ്ട് ഈ ഒരു പരാതി കൊടുത്തു. 2 പേരും ബാംഗ്ലൂരുള്ളവരാണ്, ഒരാൾ വിദേശത്ത് ദുബായിലാണ്. അപ്പോൾ ഈ 3 പേരും കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മുൻപോട്ട് വരുന്നത് കൃത്യമായ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൻ്റെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുണ്ട് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ പരാതി എനിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ലയുമായിട്ട്, അപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, എനിക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നവരോട് പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിനും ഇടതുപക്ഷത്തുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് 2016 മുതൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വനിതകലാസാഹിതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ 2018-19 കാലയളവിലാണ് IPSO എന്ന് പറയുന്ന ദേശീയ സംഘടനയുടെ ഓൾ ഇന്ത്യ പ്രോഗ്രസ് പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗമായത് പത്തനംതിട്ട ജില്ലയിലെ ഡെലിഗേറ്റ് ആയിട്ടാണ്. 2018-19 കാലയളവിലാണ് ഞാൻ അതിൻ്റെ ദേശീയ സമിതിയിലെത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ എൻ്റെ അമ്മാവിൻ്റെ അമ്മാവിയുടെ വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ്, അടൂര മണക്കാലിലെ വീട്. അതിന് മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഞാൻ പഠിച്ചത്. കണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുഞ്ഞമ്മ ആള് വേറെ ലെവലാണ് കേട്ടോ. ഇതുപോലെ വിദ്യാഭ്യാസവും വിവരവും ഇതുപോലെ ഇത്രയും ആത്മാർത്ഥതയും, അതുപോലെ കാരണം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനൊക്കെ ഉള്ള കേപ്പബിളുമുള്ള ആളായിരിക്കണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് ആവശ്യം അല്ലേ. വിവരവും വിദ്യാഭ്യാസവും അതുപോലെ ഓരോ കാര്യങ്ങൾ ഊർജ്ജസ്വലമായിട്ട് ചെയ്യാനും സംസാരിക്കാനും നല്ല പക്വതയോടുകൂടെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരാളായിരിക്കണം രാഷ്ട്രീയത്തിലേക്ക്. അങ്ങനെ ഒരാളെ ആയിരിക്കണം നമ്മൾ അവരൊക്കെ ആയിരിക്കണം ഒരു മുൻകരുതലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർക്കൊരു മുൻകരുതൽ കൊടുത്ത് അവരെ ആയിരിക്കണം നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അല്ലാതെ ഒരു വിവരവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, 10 പൈസയുടെ വിവരവും ഇല്ലാത്ത, ചുമ്മാ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് കസേരയും മോഹിച്ച് അതിലൂടെ കുറച്ച് പണവും ഉണ്ടാക്കാൻ നടക്കുന്ന ആളെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കയറി വന്നുണ്ടല്ലോ, ഇവരൊക്കെ നാളെ കയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു 5 കൊല്ലം കൊണ്ട് ഇവരൊക്കെ എന്തോരം മാറ്റങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി ആയിക്കോട്ടെ, ഇവരൊക്കെ വലിയ മാറ്റങ്ങൾ നമ്മളെ കേരളത്തിന് ഉണ്ടാക്കിക്കൊണ്ടുവരും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഈ പറഞ്ഞിട്ടുള്ള കെ സുധാകരനോട് എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്ക് വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ പിന്തുണച്ചു. രാഹുലിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞൊരു വ്യക്തിയാണ്. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ ഞങ്ങൾ പല പരിപാടിയും നടത്തി ആ ഒരു വ്യക്തിക്കെതിരെ പിന്തുണച്ച കെ സുധാകരനെ പുറത്താക്കാനുള്ള പല പരിപാടിയും ഇപ്പം കളിക്കുന്ന കളി, അതിൻ്റെ ഒരു ഭാഗമായിട്ട് പല പരിപാടിയും നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കെ സുധാകരനെ മത്സരിപ്പിക്കത്തില്ല എന്ന്. കെ സുധാകരനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ബാധകമാണ്. ഷാഫി പറമ്പിൽ ഇവരെയൊക്കെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി കയറി വരല്, അതുപോലെ രാഹുൽ മാങ്കൂട്ടം കയറി വരല്, ശ്രീനാദേവി കുഞ്ഞമ്മ കയറി വരല്, കെ സുധാകരനെ കണ്ടില്ലേ ഇത്രയും എന്ന് വെച്ചാൽ പുള്ളിക്ക് അർഹതപ്പെട്ടതൊന്നും ഇന്ന് വരെ പുള്ളിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്. പുള്ളിയൊക്കെ അങ്ങോട്ട് തഴഞ്ഞ് അവിടെ ഇട്ടേക്കുവാണ്. അതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ഈ വ്യക്തികളെയൊക്കെ തഴഞ്ഞില്ലെങ്കിൽ VD സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല. അത് നല്ല രീതിയിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കറിയാം ആ കളിക്കുന്ന കളികൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കളിക്കുന്ന കളികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന്.
ആര് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കളികളാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പം ഈ കെ സുധാകരൻ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഈ പ്രസ്ഥാനത്ത് തന്നെ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. പല ആളുകളും കെ സുധാകരനെ മുമ്പിൽ നിന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് പുറവിൽ നിന്ന് കുത്തുകയും അതുപോലെ പുറവിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള സുധാകരനെതിരെ പല പല കല്ലേറുകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള പല ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ടാകും. ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, അരിയാരം കഴിയുന്ന ആളുകൾക്ക് അറിയാവുന്ന. അപ്പം ആദ്യം കെ സുധാകരൻ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ഒരു വാർത്താ ചാനലുകൾക്കെല്ലാം പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ തെറ്റ് ഞാൻ ആദ്യം വിശ്വസിച്ചു, പക്ഷേ രാഹുലുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാരണം അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ നല്ലവനാണ്, അവൻ കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണ്. അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റിങ്ങി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവനെ തിരുത്തി നമുക്ക് കൊണ്ടുവരണം. ഈ ഒരു പ്രസ്ഥാനത്തിന് അവന് ആവശ്യമാണെന്ന് കെ സുധാകരനും പറഞ്ഞത് കേട്ടിട്ട് കുരുപൊട്ടിയ പല ആളുകളുമുണ്ട്. കുരുപൊട്ടിയ ആണ്. അതിനൊക്കെ ശേഷം കെ സുധാകരൻ്റെ തന്നെ ഒരു മറുപടി ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കണ്ടു നോക്ക്. കാരണം അതാണ് ഒരു നേതാവ് അല്ലേ. അല്ലാതെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളെ അങ്ങോട്ട് അതിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അയാളെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുമോ, തെറ്റ് തിരുത്തി, അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനല്ല, ഇങ്ങനെയാണ് എന്ന് തിരുത്തിപ്പിച്ച് മുമ്പോട്ട് എല്ലാ കാര്യത്തിനും ഭയങ്കര മേന്മ പറയുന്ന, ഭയങ്കര മഹിമ പറയുന്ന പ്രസ്ഥാനമാണല്ലോ. സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റിലോട്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ തിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? അവിടെയും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അപ്പം ഇതൊക്കെ ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റമാണ്. ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ പല ആളുകളും. അപ്പം ഞാൻ ഇവിടെ അതും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇന്നലെ സംസാരിച്ച ഒരു വിഷയം ഇപ്പൊ എല്ലായിടത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അപ്പൊ അന്ന് സതീശനൊക്കെ പറഞ്ഞ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. അതെ, ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ഞാനും തന്നെ പറയുന്നത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. എന്തിനത് എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട് രാജ്യത്ത്, എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവനെ മാത്രം ക്രൂശിക്കേണ്ട കാര്യം തോന്നും. പുതിയ തെളിവുകൾ വരുക, പുതിയ തെളിവുകൾ ഉണ്ടാക്കുന്നത് വോട്ടർക്ക് ഉണ്ടാക്കാം. എനിക്കെതിരെ തെളിവുണ്ടായിക്കൂടെ, ഇല്ലാത്ത തെളിവുണ്ടായിക്കൂടെ? ഇന്നത്തെ കാലത്തെ ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാലത്ത് എന്തെല്ലാം കൃത്യമായ രേഖ ഉണ്ടാക്കാം. ആർക്കും ഉണ്ടാക്കാം. നിങ്ങൾക്കെതിരെ ഉണ്ടാക്കാം, എനിക്കെതിരെ ഉണ്ടാക്കാം, നിങ്ങൾ എന്നെയും ചുറ്റിപ്പറ്റി ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാം. അതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനെ തളർത്തുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്. അവൻ പാർട്ടിയിൽ കൊണ്ട് നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാലുള്ളിടത്തോളം കാലം പ്രചരണം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, പിന്നെന്താ വേണ്ട, അങ്ങനെ ഒരു നിസ്വാർത്ഥ സേവകൻ അപൂർവമല്ലേ. സതീശനൊന്നും പക്ഷേ ഈ വിഷയത്തിലൊന്നും മിണ്ടുന്നില്ല, ഇന്നലെയൊക്കെ മൗനമായിരുന്നു. അല്ല, അവർക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം, സമ്പ്രദത്തോടെ അതിനോടൊക്കെ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ട്. വന്നിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിന് ഒരാളെ ക്രൂശിക്കുന്നതും ഒന്നുമില്ലാണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അത് തിരുത്തിക്കുക, ഒരു തെറ്റ് വന്നാൽ, തെറ്റ് സംഭവിച്ചാൽ തെറ്റ് തിരുത്തിക്കുക, എന്നിട്ട് അവരൊക്കെ രംഗത്തിറക്കുക, കൂടെ കൊണ്ടുപോകുക. അങ്ങനെയല്ലേ എൻ്റെ ശീലം? സൊസൈറ്റി അല്ലേ ഇത്? തെറ്റ് പറ്റാത്ത ആളുണ്ടോ രാജ്യത്ത്? തെറ്റ് പരാതി കൊടുക്കാനൊക്കെ ഒരുങ്ങുന്നു കേൾക്കുന്നു. കൊടുത്തേക്കട്ടെ, കേസ് കൊടുത്തോട്ട് കേസ് നടത്തിക്കോട്ടെ, എന്താ അതവിടെ അവകാശമല്ലേ? അങ്ങനെ വരുമ്പോൾ കുറച്ച് നാൾ അത് മാറി നിൽക്കുന്നത് അല്ല, അതന്നേരം പറയാം, കേസ് വരട്ടെ, കേസ് വന്നാൽ നമുക്ക് ആലോചിക്കാം, കുറച്ച് മാറി നിൽക്കുക എന്ന് പറയാം. പക്ഷെ മാറി നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രാഹുലിനൊപ്പം വേദി പങ്കിടും. രാഹുലിനൊപ്പം ഞാൻ പങ്കിടും. ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുന്ന കമ്മിറ്റി വിളിച്ചാൽ ഞാൻ എവിടെയും പ്രസംഗിക്കാൻ ഞാൻ പോകും. ആരാ മറ്റു പ്രസംഗിക്കുന്നത് ഞാൻ നോക്കാറില്ല. ആര് വന്നുകൊണ്ട് പ്രസംഗിച്ചാലും എനിക്കെന്താ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഞാനും വരും. ആണത്തവും നട്ടലുമുള്ള നേതാവ് തൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ഒരാൾ വീണ് കിടക്കുമ്പോഴത്തേക്ക് അയാളെ ചവിട്ടി താക്കാൻ ശ്രമിക്കാതെ അയാളെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് യഥാർത്ഥ നേതാവ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ആ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനവും കാണത്തില്ല, ഒരു സ്ഥാനവും ഒരു ഉയർച്ചയും കാണത്തില്ല. നേരെ മറിച്ച് കുതന്ത്രവും കുതുകാല് വെട്ടലും അല്ലെങ്കിൽ അടി കൂടിയിട്ട് പണിയൊക്കെ നടത്തുന്ന ടീമുകൾക്ക് മാത്രമേ ആ ഒരു പ്രസ്ഥാനത്തിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ അല്ലേ. ഇവിടെ ഈ സുധാകരനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, അതാണ് ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും നെടും തൂണെന്ന് പറയാൻ. നെടും തൂണെന്ന് നമ്മൾ പറയുമല്ലോ, ഈ വ്യക്തിയൊക്കെയാണ് നെടും തൂണ്. ഈ വ്യക്തിയൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിലുള്ള മറ്റു പലരും കണ്ടു പഠിക്കേണ്ടത്. കണ്ണൂരിൻ്റെ സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഹം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. രാഹുൽ എന്നൊരു വ്യക്തിയെ, അല്ലെങ്കിൽ രാഹുൽ ആയിക്കോട്ടെ, ഇനി ആരായിക്കോട്ടെ, ഈ പ്രസ്ഥാനത്തിൽ ആർക്കാണെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ നമ്മൾ കരിയില പോലെ വലിച്ചെറിയുന്ന സമയത്ത് അയാളെ വലിച്ചെറിയാതെ അയാൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി കൊടുത്ത് അയാളെ മുമ്പിലോട്ട് കയറ്റി നിർത്തി നന്നാക്കിക്കൊണ്ട് വരാൻ അങ്ങനെ ശ്രമിക്കുന്നിടത്താണ് ആ ഒരു പ്രസ്ഥാനത്തിലുള്ള വ്യക്തികളിലായിക്കോട്ടെ, ആ പ്രസ്ഥാനത്തിലായിക്കോട്ടെ വളർച്ച ഉണ്ടാകുന്നത് അല്ലേ. അല്ലാതെ ഇതുപോലുള്ള കസേര മോഹികളായിട്ട് വേറെ കുറേ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ കാരണമാണ് ഈ ഒരു പ്രസ്ഥാനം കൂപ്പുകുത്തി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഞാനിവിടെ ഒരു വീഡിയോയും കൂടെ ഞാൻ പ്രവേശിച്ചു തരാം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ് കെ സുധാകരൻ. അതുപോലെ കെ സുധാകരൻ എന്നൊരു വ്യക്തിക്ക്
എത്ര, കാരണം ആ ഒരു പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ള ആളുകൾ കൊടുക്കുന്നതിനേക്കാളും അത്രത്തോളം സ്നേഹവും അത്രത്തോളം ബഹുമാനവും കൊടുത്തുകൊണ്ടിരുന്നത് രാഹുൽ എന്നൊരു വ്യക്തിയാണ്. രാഹുലിന് ഒരു അടി ഉണ്ടായിരുന്ന സമയത്ത്, ഈ പറഞ്ഞിട്ടുള്ള രാഹുലിനെതിരെ എല്ലാവരും തിരിഞ്ഞ സമയത്ത് കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അതുപോലെ അത്രയും ബഹുമാനവും അത്രയും സ്നേഹവും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയും കെ സുധാകരന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കെ സുധാകരനെ അടുത്തിരുത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടം കെ സുധാകരനുണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിനൊക്കെ മറുപടി കൊടുക്കുന്നൊരു കിടിലൻ രംഗമുണ്ട്. ഞാനിവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. CPM-കാരൻ്റെതായ ഒരു ബോർഡ്, ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചത്. സാധാരണ ഇവരിങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാർക്സിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർക്സിസ്റ്റുകാരന്മാർ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു. ആ ബോർഡിനകത്ത് അവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ല് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ്. ആ ബോർഡ് വെച്ച മാർക്സിസ്റ്റുകാരോടാണ് പറയുന്നത്, എടാ വിവരദോഷികളെ, നീയൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ, നിങ്ങൾ പ്രായം കൂടിയതുകൊണ്ടാണല്ലോ പല്ല് കൊഴിഞ്ഞു എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ, നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്ന് മുള്ളിപ്പോകും. ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്ന് മുള്ളിപ്പോകും. പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം 60,000 വോട്ടിന് ജയിച്ച ശ്രീമതി KK ശൈലജയുടെയും MP കെ സുധാകരൻ തന്നെയാ. അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൽ ബ്രണ്ണൻ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്ത് കൊടുത്ത് രാഹുലിന്റെ രോമത്തിൽ ആരെങ്കിലും തൊട്ടാൽ ആ കാല് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ കെ സുധാകരനെ കൊടുക്കാൻ പറ്റുന്ന ഇതിലും വലിയൊരു സമ്മാനം വേറെയില്ല അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സുധാകരനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ഈ പറഞ്ഞിട്ടുള്ള സീനാദേവിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹം ഉറപ്പായിട്ട് ലൈക്കായിട്ട് കൊടുക്കുക. എത്ര ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.